അങ്ങനെ നമ്മൾ ഫിലിം സിറ്റിൻ്റെ ഉള്ളിൽ എത്തിയിരിക്കുകയാണ്. ഒരു സിറ്റീൻ്റെ ഉള്ളിലൊരു സിറ്റി, അതാണ് നമ്മളെ രാമോജി റാവു ഫിലിം സിറ്റി എന്ന് പറയുന്നത്. ഓൾറെഡി ഹൈദരാബാദ് തന്നെ അത്യാവശ്യം നല്ല വലിയ സിറ്റിയാണ്. അതിൻ്റെ ഉള്ളിൽ 1666 ഏക്കറിൽ കിടക്കുന്ന ഈ ഫിലിം സിറ്റി ഉണ്ടല്ലോ, ഇതൊരു വണ്ടർലാൻഡ് തന്നെയാണ് കേട്ടോ. പിന്നെ വേൾഡിലെ ഏറ്റവും വലിയ ഫിലിം സിറ്റിയാണിത്, അതിൻ്റെ റെക്കോർഡുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നത് എവിടെയാണെന്ന് കാണിച്ചു തരാം. നമ്മളെ ഉദയനാണ് താരം ഫിലിമിലെ ആ സോങ് ഇല്ലേന്നാ, സോങ്ങല്ല, ഉദയനാതാരം ഫിലിം ഷൂട്ട് ചെയ്ത മോഹൻലാലിൻ്റെ ഫ്ലാറ്റ് അതിന് മുന്നിലാണ് ഇരിക്കുന്നത്. ഉദയനാതാരം മൊത്തമായിട്ട് ഫിലിം ഇവിടെ തന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്, അതൊക്കെ കണ്ടാൽ മനസ്സിലാവും. എല്ലാ സോങ് സീക്വൻസും കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ വെച്ചിട്ടായിരുന്നു. ഉദയനാതാരം മാത്രമല്ല, ഒരുപാട് ഫിലിംസ്. ഈ ഓപ്പൺ ബസ്സുകളിലാണ് നമ്മൾ ഈ ഫിലിം സിറ്റി മൊത്തം കൊണ്ട് കാണിക്കുന്നത്. ഇത് ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പോഴും ഈ നമ്മളെ ഒരു 10-15 മിനിറ്റ് ടൈമിലേക്ക് സ്ഥലങ്ങളൊക്കെ പുറത്ത് പോയി കാണാൻ അനുവദിച്ചിട്ട് ഈ ബസ് ഇവിടെ ഈ ബസ് നിർത്തുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെ വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളങ്ങനെ ബസ്സിലാണ് ഇപ്പോൾ ഉള്ളത്. ബസ് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം നമ്മൾ 2 സൈഡിലെ കാഴ്ചകളും ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ എത്തുമ്പോൾ മാത്രം നമ്മൾ അവിടെ ഇറക്കിയിട്ട് കുറച്ച് സമയം നമുക്ക് തരികയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മളെ ബസ്സിൽ തന്നെ ഒരു ഗൈഡ് ഉണ്ട്, അദ്ദേഹം മൈക്കിൽ വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഓരോ ഭാഗത്തും നടന്ന ഫിലിമുകളെ പേരുകൾ വരെ പറഞ്ഞു തരുന്നുണ്ട്. ഇതിലെ ഓരോ ഭാഗങ്ങൾ കാണുമ്പോൾ നമുക്ക് ഓരോരോ ഫിലിമുകളാണ് കേട്ടോ ഓർമ്മ ആവുന്നത്. പിന്നെ അമിതാഭ് ബച്ചൻ്റെ ബഡേ മിയാൻ ചോട്ടെ മിയാനെ ഇവിടെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ അയ്യ ഫിലിമിൽ പൃഥ്വിരാജ് റാണി മുഖർജി അഭിനയിച്ച അയ്യ ഫിലിമിൽ റാണി മുഖർജീൻ്റെ വീടായിരുന്നു ഇത് ഈ കാണുന്നത്. അങ്ങനെ ഒരുപാട് ഫിലിമുകൾ ഇവിടെ ഉണ്ട്. പിന്നെ ചെന്നൈ എക്സ്പ്രസ്സിലെ ദീപിക പദുക്കോൻ്റെ വീട് അതും ഇവിടെ തന്നെയാണ്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. നമ്മൾ സത്യമാണെന്ന് വിചാരിച്ച കുറേ സ്ഥലങ്ങൾ ഇവിടെ ആണെന്ന് അറിയുമ്പോൾ ശരിക്കും നമ്മൾ ഞെട്ടിപ്പോവും. ഈ കാണുന്നത് ഫിലിമിലെ എയർപോർട്ടാണ്. ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലെത്തുമ്പോൾ വലിയ ഓഫീസുകളും ഓഫീസ് ഏരിയാസ് എത്തി. അപ്പം ഞങ്ങൾ ബസ് എയർപോർട്ടിൻ്റെ മുന്നിൽ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മളെ എയർപോർട്ടിൻ്റെ ഉൾവശം. ഇവിടെ ആക്ടർ റെഡിയാണ്, ഷൂട്ടിംഗ് ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഡിഗോ. ഓക്കെ, എയർപോർട്ടിലെ ലഗേജ് കൗണ്ടറുകളാണ് ഇത്. നമ്മളിതാ
ഫ്ലൈറ്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ എയർപോർട്ടിലും പോയി ഫ്ലൈറ്റിലും കയറി. ഇനി ഇതാ നമ്മൾ തിരിച്ച് അടുത്ത സെറ്റിലേക്ക് പോവുകയാണ്. ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങുന്നതോടുകൂടി നമ്മൾ അടുത്ത ലൊക്കേഷനിൽ എത്തിയിട്ടോ. ഇത് നമ്മളെ മഹാഭാരത ലൊക്കേഷനാണ്. ഒന്നും പറയാനില്ല. കളർഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു രാജധാനി അങ്ങനെ തന്നെ വേണം പറയാൻ. ഇങ്ങോട്ടേക്ക് കയറിയപ്പോൾ തന്നെ ഭയങ്കര ഭംഗി. നമ്മളെ മഹാഭാരതം ഷൂട്ട് ചെയ്ത അവിടെ നിന്ന് ഇറങ്ങി ഇതിന്റെ തൊട്ട് മുന്നിലായിട്ടുള്ളത് റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. നമ്മൾ നിൽക്കുന്നത് രാമോജി ഫിലിം സിറ്റിന്റെ ഉള്ളിലുള്ള മധുര ജംഗ്ഷനിലാണ്. ഇവിടെ എല്ലാവരും ട്രെയിനിന് കാത്ത് നിൽക്കുകയാണ്. കണ്ടല്ലോ. ഒരു ബോഗി അതിവിടെ ഷൂട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മൾ അധിക ഫിലിമിലും ഒരു ട്രെയിനായിട്ട് കാണുന്നത്. നെക്സ്റ്റ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് സെൻട്രൽ പ്രിസൺ, സെൻട്രൽ ജയിൽ. ഇവിടെ എല്ലാ മൂവീസിലും ഇതിൻ്റെ കുറേ പാർട്ടുകൾ എടുത്തിട്ടാണ് ജയിൽ സീക്വൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. देखिए आगे सामने पीछे देखिए पूरा हैंगिंग पॉइंट, फाइनल जजमेंट। सेंटर जेल से आपके राइट साइड में देखिए तेरे नाम मूवी का सलमान का मेंटल हॉस्पिटल है। तेरे नाम मूवी చూడు सलमान मेंटल हॉस्पिटल చూపించారు. सिटी में 3 बड़ा सेंट्रल जेल है. एक जेल अंदर जाने के लिए और 2 जेल जो है बाहर भाग जाने के लिए जेल से निकालने के लिए. तेरे नाम तो अंदर का हुआ नहीं क्या उसमें चलेगा सर. सब लोग यहाँ पे होता ना. बस नंबर याद रखिए आप लोग. 39 आपका बस रहेगा. आप लोग 20 मिनट में आ जाना है सर. 20 मिनट्स ओनली 20 मिनट्स रहेगा आपको टाइम. जल्दी आना आप लोग. രാജമൗലി സാറ് ഈ ഒരു ബാഹുബലി എന്ന് പറഞ്ഞ ഫിലിമിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സെറ്റ് 2-3 വർഷം എടുത്തിട്ട് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്ലാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബാഹുബലിൻ്റെ സെറ്റിലേക്ക് എൻ്റർ ചെയ്തു. ശരിക്കും ഇവിടെ ഫുൾ ടൈം ബാഹുബലിൻ്റെ സോങ് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ യൂട്യൂബിൻ്റെ ഈ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ വോയിസ് കട്ട് ചെയ്തത്. പിന്നെ ഭയങ്കര ഒരു ഫീലിംഗ് തന്നെയാണ്. ഒരുപാട് നമ്മൾ ആ ഫിലിമിൽ കണ്ട ഒരുപാട് എന്താ പറയുക പ്രതിമകളും കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ചില സംഭവങ്ങൾ ഇത് അവർ മേക്ക് ചെയ്യുന്നുണ്ട്. പൽവാൾ ദേവൻ്റെ ആ രഥമൊക്കെ ഒന്ന് ഓൾറെഡി അവിടെ ഉണ്ട്. ഇത് വേറെ തന്നെ അവർ ക്രിയേറ്റ് ചെയ്യുകയാണ്. പിന്നെ ടെലിസ്കോപ്പും അതുപോലെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫുൾ സെറ്റായിട്ട് ഇപ്പോഴും മുന്നോട്ട് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്.
ഫൽവാർ ദേവന്റെ തേരിലാണ് ഇട്ടിരിക്കുന്നത്. ഇതാ അക്രമികളെ അരിഞ്ഞ് വീഴ്ത്തിയ അടക്കാൻ കഴിയുന്നില്ല കേട്ടോ. ഇനി വേറൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഈ രഥത്തിൻ്റെ ഉള്ളിലെ സെറ്റിങ്സ് ആണിത്. ആ രഥം ഓടിക്കുന്നത് അതൊരു എൻഫീൽഡിൻ്റെ മുകളിലാണ് ഈ സാധനം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ആ യുദ്ധം നടക്കുന്ന സീക്വൻസിലൊക്കെ ഈ എൻഫീൽഡ് ഓടിച്ചിട്ടാണ് ടീം പോകുന്നത്. ആളുകൾ നിൽക്കുന്ന സമയത്ത് അവർ അത്രയും മുന്നോട്ട് ഫോർകാസ്റ്റ് ചെയ്തിട്ട് അതൊന്നും കാണാത്ത രീതിയിൽ അടിപൊളിയായിട്ട് അവർ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്തായാലും. അത് കൊള്ളക്കാരനെ വിചാരിച്ചിട്ട് ബാഹുബലിനെ അമ്പ ഇത് വീഴ്ത്തിട്ട് ഇതിന്റെ ഈ മരം ഉണ്ടല്ലോ, ഇതാ തൊട്ട സൗണ്ട് കേൾക്കുന്നുണ്ട്. 2 അടി എന്തെങ്കിലും ഒരു ഉറപ്പുള്ള സാധനം എടുത്ത് അടിച്ചാൽ പൊട്ടിപ്പോവും. അങ്ങനത്തെ ഒരു സാധനം കൊണ്ടാണ് ഇട്ടത് ഉണ്ടാക്കിയത്. പക്ഷെ ഇതൊക്കെ എത്ര ക്രിയേറ്റീവായിട്ടാണ് ഇവർ ഈ ഫിലിമിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതൊന്നും നമ്മൾ കണ്ടാൽ തന്നെ അറിയുള്ളൂ. നമ്മളെ മനസ്സിൽ ഇത്രയും ഫീലിംഗ് ഉണ്ടാക്കാൻ ഇവർ ഉപയോഗിച്ചത് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. ഇത് കണ്ടോ, ഏകദേശം ഒരു ഫൈബർ പോലത്തെ ഒരു സാധനമാണ്. ഈ ഫൈബർ പോലുള്ള ഈ സാധനം കൊണ്ടാണ് ഈ ബാഹുബലിൻ്റെ ഒരു പ്രതിമയും, ബാഹുബലിൻ്റെ അല്ല ഫൽവാർ ദേവൻ്റെ. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ജപ്പാനീസ് ഗാർഡനാണ്. ഈ ഗാർഡനിൽ വെച്ചിട്ടാണ് നമ്മൾ കുച്ചു കുച്ചു ഹോത്താ ഹേ ഫിലിമിൻ്റെ പല സീനുകൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. മെയിനായിട്ട് കാജലും കുട്ടികളും ഒരു ക്യാമ്പിന് പോകുന്നുണ്ടല്ലോ, ആ ഒരു ക്യാമ്പൊക്കെ ഈ ഒരു ജപ്പാനീസ് ഗാർഡനിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. आप जितना जल्दी आएंगे उतना अच्छा है, क्योंकि आप लोग को भी शो में लेके जाने का आपको, ठीक है? पहले जल्दी. ഇത് നമ്മളെ ജയ്പൂരിലെ ഹവാമഹലിൻ്റെ റീക്രിയേഷനാണ് ഇവിടെ നമ്മളെ ഫിലിം സിറ്റി.
നമ്മുടെ കൗബോയ് സ്റ്റണ്ട് ഷോ ആണ്. ഇത് ബാങ്കോങ്ങിലും മറ്റു പുറത്ത് രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മിനിയേച്ചർ എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഉള്ളിലാണ്. നല്ല അടിപൊളി എൻ്റർടൈൻമെൻറ്റ് പരിപാടിയാണ്. ഒരു 10 മിനിറ്റ് 15 മിനിറ്റോളം ഉണ്ട്. വൈകിട്ട് 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനത്തെ പ്രോഗ്രാം എന്നുള്ള രീതിയിൽ അതിൻ്റെ ഉള്ളിലുള്ള പ്രോഗ്രാമാണിത് കേട്ടോ. ഒരു സ്റ്റേജ് പ്രോഗ്രാം, ഒരുപാട് സോങ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ലൊരു എൻ്റർടൈനിങ് പ്രോഗ്രാമാണ്. അങ്ങനെ ഉള്ളിലെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു കുട്ടികളുടെ ടോയ്സ് അമ്യൂസ്മെൻറ്റ് പാർക്ക് ഓപ്പണാണ്. ഇതിൽ 4 ഐറ്റത്തിന് നമ്മൾ ഇൻക്ലൂഡിങ് ആ ടിക്കറ്റ് റേറ്റിൽ ഇൻക്ലൂഡറാണ്. ആ 4 ഐറ്റം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കുട്ടികൾക്ക്. ബാക്കിയുള്ളത് നമ്മൾ അവിടുന്ന് അഡീഷണൽ ടിക്കറ്റ് എടുക്കണം. അതിൽ നമുക്ക് വൈകിട്ട് ഒരു 6-7 മണി വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിനി നമ്മുടെ ഡിസ്നി ലാൻഡ് പോലുള്ള ഒരു വണ്ടർലാൻഡാണ്. അതിൽ നമ്മളൊരു ട്രെയിനിൻ്റെ എഞ്ചിനിൽ ഇരുന്നിട്ടാണ് അവരതിൻ്റെ ഉള്ളിൽ മൊത്തം കാണിക്കാൻ വേണ്ടി പോകുന്നത്. സമയം ഇപ്പം 6:30 കഴിഞ്ഞു. ഞങ്ങളിപ്പം രാമോജിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ബസ്സിൽ കയറി ബസ്സിൽ ഇങ്ങനെ പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്.
ഈ രാമോജിനോട് തൽക്കാലം വിട പറഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ച് നമ്മളെ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെൽക്കം ബാക്ക് ടു ട്രിപ്പിംഗ് വിത്ത് EJ. അങ്ങനെ ഞങ്ങൾ ഓൾ ഇന്ത്യ ട്രിപ്പ് ഹൈദരാബാദിലെത്തി നിൽക്കുകയാണ്. ഹൈദരാബാദിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ചാർമിനാർ കാണാതെ നമ്മളെ ഹൈദരാബാദ് ട്രിപ്പ് കംപ്ലീറ്റ് ആവില്ല. ഇപ്പം ദൂരത്ത് നിന്ന് ഈ റൂട്ടിൽ നിന്ന് ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ തന്നെ കാണുന്നുണ്ട്, അത് 2 മിനാരങ്ങൾ കാണുന്നില്ലേ, ഇതാ ഈ കാണുന്നതാണ് ചാർമിനാർ. സമയം രാവിലെ 9 മണിയായിട്ടേ ഉള്ളൂ. ഈ ചാർമിനാറിൻ്റെ ഈ ഒരു മുന്നെന്ന് പറയുന്നത് ഫുള്ളായിട്ട് ലോക്കൽ മാർക്കറ്റാണ്. അപ്പം 9 മണി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാം ഒന്ന് ഓപ്പൺ ആയി വരുന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് സ്ട്രീറ്റ് ഫുഡ്സൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു സമയത്ത് ഇപ്പം ഒന്നും ഇവിടെ ആക്റ്റീവ് അല്ല. പിന്നെ ചാർമിനാറിൻ്റെ സൈഡിൽ വരുമ്പോൾ എപ്പോഴും പേൾ ഐറ്റംസ് നല്ല വില കുറവിൽ കിട്ടുന്നൊരു സ്ഥലമാണ് ഈ ഒരു ചാർമിനാർ എന്ന് പറയുന്നത്. കുത്തബ് കുലി ഷാഹി എന്ന് പറഞ്ഞ രാജാവാണ് ഈ ഒരു ചാർമിനാർ ഉണ്ടാക്കിയത്. അദ്ദേഹം ഭരിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ രാജ്യ തലസ്ഥാനമായിട്ട് ഈ ഒരു ചാർമിനാറിൻ്റെ ഭാഗമാണ് കണക്കാക്കിയത്. പിന്നെ ഇവിടെ ഇപ്പോൾ ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ഭാഗത്തേക്കൊന്നും നമുക്ക് പോകാൻ പറ്റൂല. ഇതുപോലെ ഇങ്ങനെ ഈ ഒരു കയറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തിരിച്ചിരിക്കുകയാണ്, അതുവഴിയൊക്കെ പോകാൻ പറ്റുകയുള്ളൂ. നമ്മളെ ഇന്ത്യക്കാർക്ക് ഒരാൾക്ക് എൻട്രി ഫീ എന്ന് പറയുന്നത് 25 രൂപയാണ്. പിന്നെ ഫോറിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 30 രൂപയാണ്. രാവിലെ 9 മുതൽ വൈകുന്നേരം 5 വരെയാണ് വിസിറ്റേഴ്സിൻ്റെ ടൈം. പിന്നെ ഫുഡും കാര്യങ്ങളൊന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റൂല. ചാർമിനാറിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്തെ വ്യൂ ഒക്കെ കിട്ടും. പക്ഷേ ഇങ്ങോട്ടേക്ക് കയറുന്ന സ്റ്റെപ്സ് ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ റൗണ്ടായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കയറുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. പെട്ടെന്ന് തല കറങ്ങാവുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. അതിങ്ങനെ ഈ റൗണ്ടായിട്ട് പോകുന്ന കാരണമാണ്. ആ കാണുന്നതാണ് മക്ക മസ്ജിദ്. ഈ മക്ക മസ്ജിദ് ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു മസ്ജിദാണ്. പിന്നെ ഇതിപ്പോൾ നമ്മളെ ചാർമിനാറിൻ്റെ മുകളിൽ നിന്നുള്ള ഹൈദരാബാദിൻ്റെ വ്യൂ ആണ്.
അങ്ങനെ ഞങ്ങൾ ചാർമിനാർ കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് ബാംഗ്ലൂരിലേക്കാണ്. ഏകദേശം ഇന്നൊരു രാത്രിയോട് കൂടി ബാംഗ്ലൂരിൽ എത്തുമെന്നാണ് വിചാരിക്കുന്നത്. ഗുഡ് മോർണിംഗ്. ഇന്നലെ ഞങ്ങൾ രാത്രി ബാംഗ്ലൂരിലെത്തി. ബാംഗ്ലൂരിൽ ഈ ഒരു കൊറോണൻ്റെ ഒരു ഇഷ്യൂ ഉള്ള കാരണം നൈറ്റ് കർഫ്യൂ ഉള്ളതുകൊണ്ട് വേഗം തന്നെ റൂമിൽ കയറി. ഇന്നിപ്പോൾ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നമ്മളെ കൊറോണ ആയതുകൊണ്ട് ബാംഗ്ലൂരിന് ഒരിത്തിരി ക്ഷീണമുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ ഇന്നിപ്പോൾ ബ്രിഗേഡ് റോഡിലേക്കാണ് പോകുന്നത് പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ തന്നെ മൈസൂരിലേക്കാണ് പോകാൻ വിചാരിക്കുന്നത്. മൈസൂർ പാലസൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ പർച്ചേസിങ്ങിനൊക്കെ വേണ്ടി ഒന്ന് ഇറങ്ങിയിരുന്നു. അപ്പം ജസ്റ്റ് നമ്മൾ 1 മണിയാകുമ്പോഴാണ് ബാംഗ്ലൂർ സിറ്റി വിട്ടത്. എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയ സമയത്ത് വണ്ടർലാൻഡ് അത് കഴിഞ്ഞ് മൈസൂർ റോഡിലേക്ക് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്രണ്ട് വിളിച്ചു. നമ്മളെ പവർ സ്റ്റാർ പുനീത് രാജ്കുമാർ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഹാർട്ട് അറ്റാക്ക് ആയിട്ട്. ഇത് നമ്മൾ എന്നാണ് ഇനി അപ്ഡേറ്റ് ചെയ്യാമെന്നറിയില്ല എപ്പിസോഡ്. പക്ഷെ എന്നാണെന്നുണ്ടെങ്കിലും ഇന്നത്തെ സ്ഥിതി ഇവിടെ കമ്പനികളൊക്കെ ഇപ്പോൾ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂർ സിറ്റി മൊത്തം ബ്ലോക്കാണ്. ഫുള്ള് അവിടെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫാൻസാരാണ് മൊത്തം കംപ്ലീറ്റ് റോഡിലൊക്കെ. അപ്പോൾ ഞങ്ങൾ മൈസൂർ റോഡിലേക്ക് ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ എത്തുമ്പോൾ എന്താ സ്ഥിതി എന്നറിയില്ല. എന്തായാലും പെട്ടെന്ന് നാട് പിടിക്കാനുള്ള പരിപാടിയാണ്. ഇപ്പം സമയം 6:15. ഞങ്ങൾ മുത്തങ്ങ, കർണാടകൻ്റെ ബോർഡർ മുത്തങ്ങ കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മളെ ഈ ട്രിപ്പ് ഇതുവരെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇതുവരെ എത്തി. ഇനി തിരിച്ച് ഒരു അരമണിക്കൂർ കൊണ്ട് കേരള ബോർഡറിലേക്ക് കയറുമെന്ന് വിചാരിക്കുന്നു. ബാക്കി അവിടെ ഇറങ്ങിയിട്ട് ഇനി അവിടെ RT-PCR ചോദിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ 2 ഡബിൾ ഡോസ് വെച്ചതിനുള്ള സർട്ടിഫിക്കറ്റ് മതിയോ എന്നുള്ളതൊക്കെ അവിടെ എത്തിയിട്ട് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു തരാം കേട്ടോ. നമ്മളിതാ മുത്തങ്ങക്കാട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. ഇല്ല, എങ്ങനെയുണ്ട് കേരള ഫുഡ്? ഹായ് ഗായ്സ്,
നമ്മൾ ഓർഡർ ചെയ്ത ഫ്രഷ് വാട്ടർമെലൺ ജ്യൂസ് വന്നിട്ടുണ്ട്. ഇതോടുകൂടി നമ്മളെ ലഡാക്ക് ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു സൂപ്പർ ട്രിപ്പുമായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും.